ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണല്ലോ. തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാങ്ങ വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: മാങ്ങ, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മസാല കൂട്ടെല്ലാം, പിന്നെ കാന്താരി മുളകും ചുവന്നുള്ളിയും നമ്മൾ കല്ലിൽ ചതച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. മിക്സിയിൽ അരച്ചാലും മതിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മാങ്ങായ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് എല്ലാം ക്വാണ്ടിറ്റി കുറവാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മാങ്ങ എടുക്കുന്നതനുസരിച്ച് ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ചുവന്നുള്ളി അതെല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യം ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് വഴറ്റി കൊടുത്തിട്ട് സവോള ഇട്ട് കൊടുക്കണം. സവോള ഒന്ന് വഴണ്ടി വരുമ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല എല്ലാം കൂടെ, പിന്നെ അതിൻ്റെ കൂടെ ചുവന്നുള്ളിയും കാന്താരി മുളകുമാണ് ഞാൻ ചേർത്തത്. പച്ചമുളകാണേലും കുഴപ്പമില്ല. കാന്താരി മുളകാകുമ്പം പ്രത്യേകം ടേസ്റ്റും അതുപോലെ പ്രത്യേക മണവും ഉണ്ടാകും. ഇപ്പോൾ സവോള വഴണ്ട് കേട്ടാൽ നമ്മളിപ്പം ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടുതൽ വേണ്ടിയവർക്ക് അത് കറി ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതിയായിരിക്കും. അപ്പം നമ്മൾ ചതച്ച് വെച്ച കാന്താരിയുടെയും ചുവന്നുള്ളിയുടെയും അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴട്ടണം. ഇതെല്ലാം വഴണ്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടിയും മീറ്റ് മസാലയും ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ മല്ലിപ്പൊടി അധികം ഉപയോഗിക്കാറില്ല, മീറ്റ് മസാല അതുപോലെ. അതുകൊണ്ട് ഒരു പേരിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടെ വേണേൽ ചേർക്കാമായിരുന്നു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങായും കൂടെ അതിൽ കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അപ്പം ഞാൻ കല്ലിൽ ചതച്ചതിൻ്റെ അതും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയേക്കാളും കൂടുതൽ കല്ലിൽ ചതയ്ക്കുന്നതാണ് എനിക്ക് താല്പര്യം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാൽ ആദ്യം ഒഴിച്ച് ഇതത്രയും നല്ലപോലെ ഇതിനകത്തിട്ട് വേവിക്കുക. ഉപ്പ് ഇപ്പം നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടുതൽ ചേർക്കുക. ഞങ്ങൾ ഉപ്പ് തീരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മൊത്തത്തിൽ ഉപ്പ്, എണ്ണ, എരിവ് എല്ലാം മിനിമം ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ഇത്രയും പോരാത്ത മാങ്ങ ചേർത്തതായതുകൊണ്ട് നല്ല പുളി കാണും. അപ്പോൾ ഉപ്പ് ഇച്ചിരി കൂടെ ചേർക്കേണ്ടതാണ്, പക്ഷെ ഞങ്ങൾക്കിത് മതി. ഇപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ച് തീ സിമ്മിലിട്ട് നല്ലപോലെ മാങ്ങ വേണം. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല 2 തല തിളച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് പറ്റി മാങ്ങ പരുവത്തിനായിട്ടുണ്ട്. ഒത്തിരി ചാറായിട്ട് വെക്കാതെ കുറുകിയിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നല്ല പറ്റി പരുവായപ്പം 1-ാം പാൽ ഒഴിച്ച് നമ്മൾ സ്റ്റവ് നിർത്തുവാണ്. ഇറക്കാൻ നേരം ഇച്ചിരി കുരുമുളക് അതിൻ്റെ മേലിൽ വെതിരിയ കുരുമുളകിൻ്റെ മണവും ടേസ്റ്റും ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നേ ഉള്ളൂ, ഓപ്ഷണലാണ്. ലെൻഡ് ഡേയ്സിൽ മീനൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. നമുക്ക് നല്ല ടേസ്റ്റി ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ